നല്ല മനുഷ്യരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ നമ്മൾ നല്ല മനുഷ്യരാണെന്ന് സ്വയം പറഞ്ഞിട്ടൊന്നും ഒരു കഥയുമില്ല. നമ്മൾ നല്ല മനുഷ്യരാവണമെങ്കിൽ നമുക്ക് ആ സംസ്കാരത്തിൻ്റെ രംഗത്തേക്ക് പോകാൻ കഴിയണം. ആ സംസ്കാരത്തിൻ്റെ രംഗത്തേക്ക് നമ്മളെ എത്തിക്കുന്നത് ഈ വെളിച്ചത്തിലൂടെയാണ്. ബൃഹദാരണ്യകോപനിഷത്തിലൊരു കഥയുണ്ട്. ജനക മഹാരാജാവിൻ്റെ രാജധാനിയിൽ യാജ്ഞവൽക്യ മഹർഷിയുണ്ട്. മഹർഷിമാർക്ക് വലിയ പ്രാധാന്യമുള്ള ഇതാണ്. അപ്പോൾ ഈ രാജാവിന് സംശയം വരുമ്പോൾ രാജാവ് ഇവരോടാണ് ചോദിക്കുന്നതല്ല. അപ്പോൾ രാജാവ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഗുരു, എവിടെ നിന്നാണ് ഈ വെളിച്ചം വരുന്നത് എന്ന്. യാജ്ഞവൽക്കനെ കുറിച്ചുണ്ട്. യാജ്ഞവൽക്കൻ വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രമുഖനായ പുരാണങ്ങളുടെ ഏടുകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മഹർഷി വര്യനാണ്. വള്ളത്തോൾ എഴുതുന്നുണ്ട്, ശ്രീരാങ്കിതങ്ങളാം നീരാളച്ചെങ്കൊടി കൂറകൾ പാടുന്ന മേടകളും അന്തരാ ശ്രീ യാജ്ഞവൽക്കൻ തൻ ശിഷ്യന്മാർ ഗ്രന്ഥമെഴുതുന്ന ശാലകളും എന്നെല്ലാം. അപ്പോൾ ഈ ജനക മഹാരാജാവ് യാജ്ഞവൽക്കനെ വിളിച്ചു ചോദിക്കുന്നത്, എവിടെ നിന്നാണ് ഈ വെളിച്ചം വരുന്നത്? അപ്പോൾ അതിന് ഈ യാജ്ഞവൽക്കൻ പറഞ്ഞു, തീയാണ്, അഗ്നിയാണ് വെളിച്ചം എന്ന് പറഞ്ഞു. രാജാവിന് സന്തോഷമായി. യാജ്ഞവൽക്കൻ പോകാൻ ഒരുമ്പോഴേക്കും രാജാവിനൊരു സംശയം ഉണ്ടായി, തീ കെട്ടുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, അല്ല അങ്ങ് പറഞ്ഞു അഗ്നിയാണ്, അഗ്നി കെട്ടുപോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സൂര്യനാണ് വെളിച്ചം എന്ന് പറഞ്ഞു. സമാധാനമായി, സൂര്യനാണ് വെളിച്ചം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് രാജാവിനോട് വീണ്ടും സംശയം ഉണ്ടാവുന്നത്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുക എന്നുള്ളത്. വീണ്ടും വല്ലാത്ത പ്രതിസന്ധിയായി. ഇതേപോലെ ചന്ദ്രൻ വെളിച്ചം നൽകുമെന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും പറഞ്ഞാലോ, കാർമേഘങ്ങൾ അതിനെ മറച്ചാലോ പിന്നെ എവിടെ നിന്നാണ് വെളിച്ചം കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വീണ്ടും ചോദിക്കുകയാണ് യാജ്ഞവൽക്കനോട്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരം യാജ്ഞവൽക്കൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു, വാക്കാണ് വെളിച്ചം എന്ന്. അക്ഷരം വെളിച്ചമാണെന്ന് എത്രയോ കാലങ്ങൾക്കപ്പുറത്ത് നമ്മൾ സാക്ഷരതയുടെ പടവുകളുടെ കാര്യങ്ങൾ പറയുന്നതിനും ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പറയുകയാണ്, വാക്കാണ് വെളിച്ചം എന്ന്. സമാധാനമായി ജനക മഹാരാജാവിന്. യാജ്ഞവൽക്കൻ പോകുമ്പോഴേക്കും വീണ്ടും ഈ രാജാവിന് സംശയം ഉടലെടുത്തു. വാക്കുച്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും എന്ന്. വാക്കുകൊണ്ട് വഴിയറിയാം, വാക്കുകൊണ്ട് ശത്രുമിത്രങ്ങളെ അറിയാം, വാക്ക് എല്ലാത്തിൻ്റെയും വഴികാട്ടിയായി തീരുക തന്നെ ചെയ്യും. പക്ഷെ വാക്കുച്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളത് വലിയ സംശയമായി ജനക മഹാരാജ എടുത്തു. ജനകൻ വീണ്ടും ചെന്ന് ചോദിച്ചു, അല്ല ഗുരു, അങ്ങ് പറഞ്ഞു വാക്കാണ് വെളിച്ചമെന്ന്, വാക്കുച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് യാജ്ഞവൽക്കൻ അവസാനത്തെ മറുപടി പറഞ്ഞു, ഉൾക്കാഴ്ചയാണ് വെളിച്ചം എന്ന്. ഉൾക്കാഴ്ച കൊണ്ട് വഴിയറിയാം, ഉൾക്കാഴ്ച കൊണ്ട് ശത്രുവിനെയും മിത്രത്തെയും അറിയാം, ഉൾക്കാഴ്ച കൊണ്ട് ചുറ്റുപാടുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഉൾക്കാഴ്ചയാണ് വെളിച്ചം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജനക മഹാരാജാവിന് തൃപ്തിയായി തീരുന്നില്ല. നേരെ ഒരു ഉത്തരത്തിലേക്ക്